ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അടിപൊളി ഓഫറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഇങ്ങനെ ഒരു ഓഫറിൽ കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. ഇപ്പൊ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞത് മാത്രം. അപ്പൊ ഒരു അടിപൊളി ഓഫറാണ്. പിന്നെ ഷോൾ നൈറ്റി ആണ്, ക്ലിയറൻസ് സെയിലാണ്, സ്റ്റോക്ക് ഔട്ട് ചെയ്യലാണ്. അപ്പൊ കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ. വേഗം വന്നാൽ വേഗം കിട്ടും, അല്ലാത്തവർക്ക് കിട്ടില്ല. കാരണം കാണുന്ന കുറച്ച് പീസുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊരു അടിപൊളി നല്ലൊരു റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വെറും 339 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മറക്കണ്ട, പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യിക്കരുത് ദയവ് ചെയ്തിട്ട്. അപ്പോൾ 56 സൈസ് വരുന്നത്. XXL ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി 3XL ഉണ്ടെങ്കിൽ ചെസ്റ്റ് അളവ് ഒന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്തോളൂ. ഞാനിപ്പോ പറയുന്നത് ഇതിലുള്ളത് 56 ലെങ്ത്തും ചെസ്റ്റ് XXL ഓക്കെ കേട്ടോ. XXL പറയുമ്പോൾ അവർക്ക് ഷേപ്പ് ചെയ്യേണ്ടി വരും. 3XL ഓക്കെ ആകുമെന്നുള്ളത് അറിയില്ല. അപ്പൊ അത് 3XL ചോദിക്കുക, XXL വരെ ഉള്ളവർ എടുക്കുക. ഓക്കെ, അപ്പൊ ഞാനത് ഓരോന്നായിട്ട് കാണിച്ചു തരാം. വെറും 339 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ ഷിപ്പിംഗ് എക്സ്ട്രാ വരും കേട്ടോ. സ്റ്റോക്ക് ഔട്ട് ചെയ്യലാണ് കേട്ടോ. ഫസ്റ്റ് വണ്ണാണ്, ഇതാണ് ഫസ്റ്റ് വൺ കേട്ടോ. ഇത് പ്രിന്റ് ആണ് കേട്ടോ. ഇനി ചിലർ പ്രിന്റ് ഇളകി പോവെന്നൊക്കെ ചോദിക്കും. നൈറ്റി ആണ്, കുറെ ആവുമ്പോ ഇളകി പോകും. എന്തായാലും ഫസ്റ്റ് വാഷിലൊന്നും പോവില്ല. ഇത് ഒരുപാട് സെയിലായ ഐറ്റമാണ്. ഇത് ലാസ്റ്റ് ഉള്ള ഒരു 2-3 പീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നല്ലൊരു ഓഫറിൽ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചിട്ടാണ്. 3/4 സ്ലീവ് വരുന്നുണ്ട്, സിബ് വരുന്നുണ്ട്. അതില്ലേ നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ്. ഇതിന്റെ ഷോളാണ് ഇത് കേട്ടോ. ഷോൾ എല്ലാം നിവർത്താൻ പറ്റില്ല, ഇങ്ങനെ ഞാൻ നിവർത്തി കാണിച്ചു തരാം. ഓക്കെ, നല്ല കോട്ടൺ ഷോളാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ അങ്ങനെ. സെക്കൻഡ് വൺ ഇതാണ്. സെക്കൻഡ് വൺ നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ. ഓക്കെ, അതിന്റെ ഷോളാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് തലയിലൊക്കെ നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പൊ വേണ്ടവര് വേഗം വന്നോളാം. കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ. 339 രൂപ മാത്രമേ ഉള്ളൂ. പ്ലസ് 40 രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ. നെക്സ്റ്റ്, പിന്നെ എത്ര റേറ്റ് കുറച്ചിട്ട് ഞാൻ പറഞ്ഞാലും വീണ്ടും 2 എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പ് തരുമോന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ നിവർത്തിയില്ല. കാരണം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത്രയും റേറ്റ് എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ടാണ് മാക്സിമം ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഷിപ്പിംഗ് കുറക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷന് കൂടുതലാണെന്ന് തോന്നുന്നവർ ഉണ്ടെങ്കിൽ എടുക്കാതിരിക്കുക. പക്ഷെ മാക്സിമം ഞാൻ ഇനിയിപ്പോ 2 പീസ് എടുക്കുകയാണെങ്കിലും 40ന്റെ ഡബിൾ ഞാൻ വാങ്ങിക്കില്ല. 10 രൂപന്റെ മാറ്റം അങ്ങനെ വരുത്താറുള്ളൂ. അപ്പൊ എന്നോട് സ്ഥിരമായിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഹോൾസെയിൽ എടുക്കുന്നവരും ഉണ്ട്. പക്ഷെ ചില ആൾക്കാർ കേട്ടോ, ഇപ്പൊ 100-ൽ ഒരാളോ 2 ആളോ ഞാൻ അങ്ങനെയാണ് പറയണത്. അപ്പൊ അത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇതിന്റെ റേറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ പുറത്തുനിന്ന് എടുക്കുന്നതും ഞാൻ എൻ്റെ അടുത്ത് എടുക്കുന്നതും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രം എടുക്കുക. അത്രേ ഉള്ളൂ. നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് ഇതിന്റെ ഷോൾ കേട്ടോ. ഞാൻ ഇത്രയും ഓപ്പൺ ചെയ്യണുള്ളൂ. പിന്നെ മടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. പിന്നെ ഞാൻ മടക്കൽ വേറെ ഒരു പണിയാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് നിവർത്തുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കണം. നെക്സ്റ്റ് എന്താ, നല്ലൊരു ചാണകപ്പച്ച എന്നൊക്കെ പറയില്ലേ, ആ ഒരു പച്ച. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ക്ലിയറൻസ് സെയിലാണ് എന്ന് പറഞ്ഞിട്ട് ഓൾഡ് സ്റ്റോക്ക് ഒന്നും അല്ല, അത് പ്രത്യേകം പറയാണ്. ഇതെല്ലാം നിങ്ങൾ കുറച്ച് മുമ്പുള്ള വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതും ഞാൻ ഓഫർ ഇടാതെ ഫസ്റ്റിൽ വന്നപാടും വീഡിയോ ഇടുമല്ലോ, അപ്പോഴും എന്റെ റേറ്റ് എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും.
പിന്നെ ഓഫർ എന്ന് പറഞ്ഞ് തരുന്ന റേറ്റ് അപ്പൊ അറിയാലോ, ഒന്നുകൂടി അതിന്ന് താഴ്ത്തിയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ മറക്കണ്ട, വേഗം വേഗം സോൾഡ് ഔട്ട് ആവുന്ന ഐറ്റമാണ്. പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് കിട്ടും. ഞാൻ എപ്പോഴും ഓഫർ ഐറ്റം ഇടുന്ന ആളാണ്, അത് നിങ്ങൾക്ക് അറിയാം. പ്രത്യേകിച്ചിട്ട് ഒരു എല്ലാം കഴിയുമ്പോൾ ഒരു ഓഫർ അങ്ങനെയൊന്നുമല്ല. സ്ഥിരമായിട്ട് മാക്സിമം റേറ്റ് കുറവിൽ നിങ്ങൾക്ക് എങ്ങനെ തരാൻ പറ്റുമോ അങ്ങനെ ഞാൻ തരും. അപ്പോ ഇതാണ് അതിന് ഷോൾ കേട്ടോ. നല്ല കളറാണ് അല്ലേ, അടിപൊളി കളേഴ്സ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ആ കളർ തന്നെയാണ്, പ്രിന്റ് വ്യത്യാസം കേട്ടോ. കേട്ടോ നല്ല ഭംഗിയുണ്ട്. ഒക്കെ എല്ലാം 3/4 സ്ലീവ് ആണ് കേട്ടോ വരുന്നത്, ഹാഫ് ഇല്ല. അപ്പൊ ഇതിന്റെ ഷോളാണിത്. നെക്സ്റ്റ് ഒരു ചുങ്കിടിയാണ് കേട്ടോ. ചുങ്കിടി കൊണ്ടുവന്നതിൽ ബാലൻസ് ഉള്ളതാണ്. നേരത്തെ വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊരെണ്ണം, ഒന്നോ രണ്ടോ മൂന്നെണ്ണോ അങ്ങനെ എന്തോ ഉള്ളു. നല്ലൊരു പിങ്ക് ആണ് കേട്ടോ. ഈ റേറ്റിന് എനിക്ക് കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് പിന്നെ ചിലപ്പോ 100 രൂപക്ക് എടുക്കണതും കംപ്ലൈന്റ് പറയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ 100 രൂപക്ക് എന്താ കിട്ടുക, അതും കൂടി ആലോചിക്കണം. അപ്പൊ അതിന്റെ ആ ഒരു ക്വാളിറ്റി 100 രൂപക്കൊക്കെ ഞാൻ തുണിയും കിട്ടില്ല, സ്റ്റിച്ച് ചെയ്തും കിട്ടില്ല. മാക്സിമം ഒരുപാട് പേര് വാങ്ങുന്ന ആൾക്കാരുണ്ട്, പിന്നെ കച്ചവടത്തിന് വാങ്ങുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ റേറ്റ് നോക്കുക, എന്നിട്ട് വാങ്ങിക്കുക. പിന്നെ ഡാമേജ് ഉള്ളത് എന്തായാലും നമ്മള് അതിനുള്ള സൊല്യൂഷൻ കാണും. അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ കണ്ണിൽ പെടാതെ നിങ്ങളുടെ കയ്യിൽ എത്രതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തില് ഞാനൊരു ഉറപ്പ് തരും. അല്ലാതെ ഉള്ള പറ്റിയില്ല, അങ്ങനെ ടൈറ്റ് ആയി എന്നൊക്കെ പറയുന്നവരുണ്ട്, അതൊന്നും റിട്ടേൺ എടുക്കാൻ ഒരു ഓപ്ഷനും ഇല്ല. പിന്നെ അതുകൊണ്ടാണ് ഓരോന്നിനും നിങ്ങളോട് ഞാൻ ചെസ്റ്റ് പറയൂ, ലെങ്ത് എല്ലാം ചോദിച്ചിട്ട് മാത്രം ഞാൻ ഓർഡർ തരുന്നത് കേട്ടോ, ഓർഡർ ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഇത് ഇതാട്ടോ നല്ലൊരു അടിപൊളി ഐറ്റമാണ്, നല്ല സൈസ് ആട്ടോ, 3XL പറ്റും. പിന്നെ അതിന്റെ ഷോളാണ് ഇത് കേട്ടോ. പിന്നെ ഇതില് ഞാനിപ്പോഴാണ് നോക്കുന്നത് കേട്ടോ, ചെറുതായിട്ട് ഒരു വര വന്നിട്ടുണ്ട് കേട്ടോ. വര പറഞ്ഞ ഡാമേജ് ഇല്ല, ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഇത് ഞാൻ അതേനെ ഒന്ന് കാണിച്ചു തരാം. ഇതില് കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഐറ്റം അറിയണമെന്നില്ല, അറിയണ്ടോ? എന്താണ് ഐറ്റം കണ്ടോ, സൂക്ഷിച്ച് നോക്കിയ ഒരു ഐറ്റം കാണണം. അത് ഡാമേജ് അല്ല, കണ്ടോ, ഇത് നൂലാണ് കേട്ടോ, ഇത് ഡാമേജ് അല്ല, നൂലാണ്. ഈ ഒരു വര കേട്ടോ, പക്ഷെ അത് ഡാമേജ് അല്ല. ഞാനിപ്പോ ഇതിൽ നോക്കിയപ്പോഴാണ് കണ്ടത്, ചെറുതായിട്ട് ഇതുവരക്ക് ഒരു വര കേട്ടോ. അത് ഓപ്പൺ ആയിട്ട് ഞാൻ പറയാണ്, വേണ്ടവര് മാത്രം എടുക്കുക. കണ്ടില്ലേ, ഇത് അറിയണമൊന്നുമില്ല, കണ്ടോ, ഒരു അറിയലും ഇല്ല. പക്ഷെ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോ എനിക്ക് കണ്ടതാണ്. അപ്പൊ ഇനി എന്താണ്ടോ ഈ ലൈൻ കേട്ടോ, അത് വേണ്ടവരും എത്രയുണ്ട്, ഇവിടുന്ന് ഇങ്ങനെ അത് വരെ കേട്ടോ. അപ്പൊ അത് വേണ്ടവർക്ക് എടുക്കാം, അല്ലാത്തവർ എടുക്കണ്ട. ഇനി കയ്യിൽ കിട്ടിയിട്ട് ഡാമേജ് പറഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ അയക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഓപ്പൺ ആയിട്ട് തുറന്നു പറയണത്. ചിലപ്പോ ആരും ഇത് പറഞ്ഞു എന്ന് വരില്ല. പിന്നെ എന്താണ്, ഞാനിതിപ്പോ ഇങ്ങനെ ഓപ്പൺ ചെയ്തപ്പോ അങ്ങനെ നോക്കിയപ്പോ എന്റെ കണ്ണിൽ ഇങ്ങനെ പെട്ടതാണ് ഒരൊറ്റ വര. പക്ഷെ അത് കീറലോ അങ്ങനെയുള്ള ഒരു ഐറ്റം അല്ല, ഒരു വര അത്ര ഉള്ളൂ. അതിന്റെ ഷോളാണ് കേട്ടോ. മറച്ചു വെച്ചിട്ടുള്ള പരിപാടി ഇല്ല, ഉള്ളത് ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞിട്ട് തന്നെ നമ്മള് സെയിലാക്കുള്ളൂ കേട്ടാ. അപ്പൊ അതില് വേണ്ടവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് വേണ്ട. അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യും, എനിക്ക് കുഴപ്പമില്ല, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ ഒരുപാട് പീസുകളൊക്കെ ആവുമ്പോ അവിടെ കൊടുത്താൽ അവർ റിട്ടേൺ വേറെ നെറ്റ് നമുക്ക് എടുത്തിട്ട് വരാം, അതിലൊന്നും വിഷയമില്ല കേട്ടോ. ഇതാണ് അടുത്ത സെക്ഷൻ, നേവി ബ്ലൂ ആണ് കേട്ടോ. നേവി ബ്ലൂവില് ലൈറ്റ് ബ്ലൂ ആണ്. ഓക്കെ, എന്താ ഷോൾ. നെക്സ്റ്റ് അജറക്കാണ് കേട്ടോ. അജറക്ക് അടിപൊളി. അജറക്ക് ഷോൾ നൈറ്റിന്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, കാരണം 450
480 അതിനൊക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും എന്നറിയാം. പക്ഷെ എന്റെ കയ്യില് ഷോൾ നൈറ്റ് ഞാൻ ഇതുവരെ 450 എന്ന് പറഞ്ഞ് ഞാൻ വിറ്റിട്ടില്ല ഇതുവരെ കേട്ടോ. മാക്സിമം എന്റെ റേറ്റ് നിങ്ങൾക്ക് വാങ്ങിച്ചവർക്ക് അറിയാൻ പറ്റും. അജ്രക്ക് റെഡ് കേട്ടോ. പിന്നെ റേറ്റ് ചിലർ പറയും റേറ്റ് കുറവാണ്, അവർക്ക് ക്വാളിറ്റി കുറവാന്ന് പറയുന്നവരുണ്ട്. അവരോട് പറയുന്നതാണ് നമുക്ക് ചീപ്പ് റേറ്റില് ബെസ്റ്റ് സാധനമാണ് നമ്മൾ തരുന്നത്. അപ്പൊ അതും കൂടി മനസ്സിലാക്കണം കേട്ടോ. ചിലർ പറയും 100-നാണല്ലോ 200-നാണല്ലോ അവരുടേത്, ഓ ആ റേറ്റ് അല്ലേ അത്ര ക്വാളിറ്റി ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ എന്റെ സ്ഥിരം കസ്റ്റമേഴ്സ് ഇപ്പോ 6K കഴിഞ്ഞു. അപ്പൊ അവർ ഡെയിലി, അതായത് സ്ഥിരമായിട്ട് എന്നോട് വാങ്ങിക്കുന്നവരുണ്ട്. അവർക്ക് അറിയാൻ പറ്റും എന്റെ ഡ്രസ്സിന്റെ ക്വാളിറ്റിയും എല്ലാം. പിന്നെ എപ്പോഴെങ്കിലും ചിലപ്പോ ഒരു 1000 എണ്ണം പോകുമ്പോ ഒരെണ്ണം ആർക്കായാലും ചിലപ്പോ നമ്മളിപ്പോ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യുന്നതല്ലല്ലോ, നമുക്ക് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് എടുക്കുന്നതല്ലേ. അപ്പോ ചെറിയ എന്തെങ്കിലുമൊക്കെ 1000-ത്തിൽ ഒരെണ്ണൊക്കെ ഫാൾട്ടുകൾ ഉണ്ടാവും, ഇല്ലാന്ന് പറയണില്ല. അത് നമുക്കറിയില്ല, അറിയാതെ പറ്റി പോണതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ക്വാളിറ്റിയിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ആ ക്വാളിറ്റി എന്തായാലും ആ ഡ്രസ്സിന് ഉണ്ടാവും കേട്ടോ. അപ്പോ ഞാൻ സംസാരം കൂടി പോകണ്ടെന്ന് വിചാരിച്ചത്, പക്ഷെ പറഞ്ഞു പോവാണ്. പിന്നെ പ്ലെയിന് ചോദിച്ചവരോട് അടിപൊളി പ്ലെയിൻ മെറൂൺ വന്നിട്ടുണ്ട്. ഫ്രണ്ടില് സീക്വൻസ് ആണ്, ചുരിദാറായിട്ടൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ടിന് എടുത്തിട്ട് ഇവിടെ എന്റെ കുറച്ച് ആൾക്കാരൊക്കെ ചുരിദാർ തയ്ച്ചവരുണ്ട് കേട്ടോ. ഇത് കാരണം ഫ്രണ്ടിൽ ഇങ്ങനെ സീക്വൻസ് വർക്കല്ലേ. അപ്പൊ പിന്നെ സിബ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. പ്ലെയിൻ മെറൂൺ ആണ്. ഓക്കെ, അപ്പൊ ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്. 3XL ഒന്ന് ചോദിച്ചോളൂ. ചെസ്റ്റ് അളവ് ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി 25, 50 ഉണ്ട് കേട്ടോ ചെസ്റ്റ്. 50-ന്റെ ഉള്ളില്, 50-ന് കുറച്ച് കുറവ് കേട്ടോ. അപ്പൊ പ്ലെയിൻ മാക്സിയും പ്രിന്റഡ് ഷോളും ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഇതിന്റെ ഷോള്. പിന്നെ സെയിം കളറാണ് ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ സീക്വൻസ് വർക്ക് യോക്ക് പോർഷൻ, അവിടെ ചെറിയൊരു വ്യത്യാസം അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ അത് ഓപ്പൺ ചെയ്യണില്ല. ഇതിന്റെ ഷോൾ സെയിം ഷോളാണ്. നെക്സ്റ്റ് വരുന്നത് അതേപോലെ തന്നെ സെയിം. പിന്നെ വരുന്നത് ഇതെല്ലാം സെയിം ആണ് കളറ്, ഇവിടെ മാത്രം ചെറിയ മാറ്റം വരുള്ളൂ. പിന്നെ വരുന്നത് ഇതാണ് ഐറ്റം, അതല്ലേ വളവളാന്ന് തിളങ്ങുന്നുണ്ട്, മെറൂൺ ഷെയ്ഡ്. പിന്നെ വരുന്നത് ഞാൻ ഓപ്പൺ ചെയ്യണില്ല കാരണം പ്ലെയിൻ അല്ലേ. ഇതാണ് ഐറ്റം, പീകോക്ക് ബ്ലൂ ആണ് കേട്ടോ. ഇതാണ് കളറ് പീകോക്ക്, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഷോള് ഞാൻ കുറച്ച് ഇത് ഇതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ കോഫി ബ്രൗൺ. നെക്സ്റ്റ് പീകോക്കിൽ തന്നെ ചെറിയൊരു മാറ്റം. പിന്നെ നേരത്തെ ഞാൻ കാണിച്ചു ഈ ഐറ്റം, ഷോൾ. പിന്നെ ഉള്ളത് ഒരു ചുങ്കുടി പോലെ ഉണ്ട്, അപ്പോ ഇതൊരു കളർ കേട്ടോ, ചുങ്കടി ഐറ്റമാണ്. ഓക്കെ, അതിന്റെ ഷോളാണ് ഈ ഒരു ഐറ്റം കേട്ടോ. പിന്നെ ഒരു ചുങ്കടി കൂടി ഉള്ളത് ഇതാണ് കേട്ടോ, നല്ല സൂപ്പർ. അതെ, അപ്പൊ ഈ ഓഫർ ഇതിന്റെ കുറച്ച്
സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമേ ഉള്ളൂ. ഇത് സെയിം ആണ് ചുങ്കടി. അപ്പോ ഇത്രയും പീസുകളേ ഉള്ളൂ കേട്ടാ. വേണ്ടവര് വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക. 339 പ്ലസ് ഷിപ്പിംഗ് കേട്ടോ. അപ്പോ ഇത്രേ ഉള്ളൂ. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.